നമസ്കാരം. ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നതായ രണ്ട് ചിത്രങ്ങൾ, രണ്ട് നമ്പറുകളാണ്. ആ നമ്പറുകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും നിങ്ങൾ അറിയേണ്ടതുമായ കാര്യങ്ങൾ തന്നെയാണ് പരാമർശിച്ചിട്ടുള്ളത്. ഈ തൊടുകുറിയിലൂടെ അത്തരം ചില കാര്യങ്ങൾ തന്നെയാണ് ഇനി പരാമർശിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതായ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏവരും ഒരു നിമിഷം പ്രാർത്ഥിക്കാനായി കണ്ണുകൾ അടച്ചുകൊണ്ട് ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഷമകരമായ സാഹചര്യങ്ങൾ, അത് ജീവിതത്തിൽ നിന്നും അകന്നു പോകണം എന്നും ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ, നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാകണം എന്ന പ്രാർത്ഥന ഈ സമയം വേണ്ടതാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയോട് ഇപ്രകാരം പ്രാർത്ഥിക്കൂ. ശേഷം കണ്ണുകൾ തുറന്ന് നിങ്ങളുടെ മനസ്സ് ഇഷ്ടപ്പെടുന്ന, നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച നമ്പർ ഏതാണ് എങ്കിലും നിങ്ങൾക്ക് ആ നമ്പർ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുക്കൂ. ഒരു നമ്പർ ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. അപ്പോൾ ആദ്യത്തേതായ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ, വിഷമകരമായ സാഹചര്യങ്ങൾ, ദുരിതപൂർണമായ അവസ്ഥകൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. അല്ലെങ്കിൽ മനസ്സിൽ ഇപ്പോൾ ഇത്തരം ചില പ്രയാസങ്ങൾ അനുഭവിച്ചു പോരുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ധനപരമായ ബുദ്ധിമുട്ടുകളിലൂടെ, ധനപരമായ വിഷമതകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ധനപരമായ പ്രയാസങ്ങൾ നിങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ധനപരമായുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട് എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നാണ്. ഇപ്പോൾ ധാരാളം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ, അല്ലെങ്കിൽ വളരെ വിഷമകരമായ കാര്യങ്ങൾ തന്നെയാണ് ഇതുവരെ അനുഭവിച്ച് പോന്നിരിക്കുന്നത് എന്നതാണ് വാസ്തവം. ഇപ്പോഴും ജീവിതത്തിൽ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതായ അവസ്ഥ, മനസമാധാനം പോലും ലഭിക്കാത്തതായ അവസ്ഥ, പല കാര്യങ്ങളിലും ഒരു മടുപ്പ് അനുഭവപ്പെടുന്ന അത്തരമൊരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രചോദകരമാകാവുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളിലും മറ്റുള്ളവരിൽ നിന്നും ലഭിക്കേണ്ടതായ പ്രോത്സാഹനം പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട്, അത് വേണ്ടപ്പെട്ടവരാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആകാവുന്നതുമാണ്. അവരുമായി ബന്ധപ്പെട്ട് പല പ്രയാസങ്ങളും വിഷമകരമായ സാഹചര്യങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. ചില വ്യക്തികൾക്ക് നിങ്ങളോട് വളരെയധികം വിരോധം ജീവിതത്തിൽ ഉള്ളതായി കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ജീവിതത്തിലെ ഏറ്റവും അനുകൂലമായ ഒരു ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് വാസ്തവം. അത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും വളരെ നല്ല രീതിയിൽ തന്നെയാണ് നിങ്ങൾ ഉള്ളത് എങ്കിലും പല കാര്യങ്ങളിലും മറ്റുള്ളവരുമായുള്ള തർക്കങ്ങൾ അത് ജീവിതത്തെ വളരെയധികം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വളരെയധികം ശത്രുക്കൾ, ശത്രുത,
പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമാകുന്നു എന്നത് വാസ്തവം തന്നെയാണ്. അസൂയ പലരെയും ബാധിച്ചിരിക്കുന്നു എന്നത് വാസ്തവമാണ്. അതിനാൽ പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമാക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഒളിഞ്ഞും മറഞ്ഞും ശത്രുക്കൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ വാസ്തവം പലരും മനസ്സിലാക്കാത്ത സാഹചര്യമുണ്ട്. കഠിനാധ്വാനം അത്രമേൽ ചെയ്യുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പ്രാധാന്യം പോലും നൽകാത്തതായ സാഹചര്യങ്ങൾ പലരുമായി ബന്ധപ്പെട്ട് ഇവിടെ കാണുവാനായി സാധിക്കുന്നു. തീർച്ചയായും പല കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രയത്നിക്കുകയും എന്നാൽ അത് വിചാരിച്ചതുപോലെ ഫലം കാണാതെ വളരെയധികം വിഷമിക്കുന്നതായ സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പല വിഷമതകളുമുണ്ട്. എന്നാൽ അത് മനസ്സിൽ തന്നെ ഒതുക്കി മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ഈ വിഷമതകൾ മറ്റുള്ളവർ കാണുന്നില്ല എന്നത് നിങ്ങളെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷമം തന്നെയാണ്. നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ അത് മറ്റുള്ളവർ കാണുന്നില്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു ചിന്ത പലർക്കുമുണ്ട്. അവഗണനകൾ പലപ്പോഴും സംഭവിക്കുന്നതായ സാഹചര്യം. മനസ്സിൽ വളരെയധികം വിഷമതകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാം എന്നത് വാസ്തവമാണ്. അത് ചില ബാധ്യതകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില പ്രശ്ന പരിഹാരങ്ങൾ സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നത് വാസ്തവമാണ്. അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം എന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സമയം പ്രശ്ന പരിഹാരങ്ങളിലേക്ക് കടക്കുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ നല്ല പ്രവൃത്തികൾ അത് നിങ്ങൾക്ക് കൂടുതൽ അനുകൂല ഫലങ്ങൾ നൽകും എന്നുള്ളതാണ്. ചില പ്രവൃത്തികളാൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ കഴിവുകൾ അത് കൃത്യതയോടെ വിനിയോഗിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനപരമായിട്ടുള്ളതാണ് എങ്കിലും ചില സഹായങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല വിധത്തിലും നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പല വിധത്തിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കാവുന്ന ഒരു സാഹചര്യം, ഉന്നത വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാണുവാനായി സാധിക്കുന്നത് പരീക്ഷണങ്ങൾ പല കാര്യങ്ങൾ കൊണ്ടും നേരിടേണ്ടതായി വരുന്നു എങ്കിലും അത് തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും സാഹചര്യങ്ങൾ എതിരായാൽ പോലും അത് പിന്നീട് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചു പോന്നിരുന്ന ചില വിഷമതകൾക്ക് ഒരു പരിഹാരം സിദ്ധിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും മറ്റുള്ളവർ നിങ്ങളെ ചൂഷണം ചെയ്യുന്ന സാഹചര്യമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പലരും നിങ്ങളെ മുതലെടുത്തിരിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാം. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ കടന്നു വരികയോ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറി മുന്നോട്ട് പോകുവാനോ സാധിക്കും. ഈ സമയം പല കാര്യങ്ങളും കൃത്യതയോടെ മറ്റുള്ളവരോട് നിങ്ങൾക്ക് പരാമർശിക്കുവാൻ അല്ലെങ്കിൽ പറയുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ എതിർപ്പ് പല കാര്യങ്ങളിലും പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ ആ ദേഷ്യമാണ് എങ്കിലും അല്ലെങ്കിൽ അത് അനുകൂലമാണ് എങ്കിലും അത് പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം പല വ്യക്തികളും നിങ്ങളെ മോശമായി ചിത്രീകരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് ചെറുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിശ്ചയമായും ചില മാറ്റങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യത
ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ തീർച്ചയായും അനുകൂലമാകുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങൂ. രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. വളരെയധികം പ്രയാസങ്ങൾ, വിഷമകരമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോന്നിരുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത്തരത്തിൽ ചില ഫലങ്ങൾ കാണുവാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പല പ്രയാസകരമായ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഇത്തരം പ്രയാസങ്ങൾ അനുഭവിച്ച് പോന്നിരുന്നു എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം അല്ലെങ്കിൽ അത് മാറുവാനുള്ള അവസരങ്ങൾ സിദ്ധിക്കാം എന്നുള്ളതാണ്. എന്നാൽ ഇത് ഇന്നോ നാളെയോ സാധ്യമാകുന്ന ഒരു സാഹചര്യമല്ല. അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വന്നു എന്ന് വരാം. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം എന്നത് വാസ്തവമാണ്. നിങ്ങൾ അനുഭവിച്ച് പോന്നിരുന്നതായ ആ പ്രയാസങ്ങൾ, വിഷമകരമായ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാം. ഈ സമയം പല കാര്യങ്ങളിലും ഒരു മാറ്റം അനുഭവഭേദ്യമാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങൾക്കും അല്പം കാത്തിരിക്കേണ്ടതായി വന്നാൽ പോലും അത് ശാശ്വതമായ ഒരു പരിഹാരമായി മാറാവുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എന്നതാണ് വാസ്തവം. പ്രശ്ന പരിഹാരങ്ങളിലൂടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾ വളരെയധികം വിഷമത്തിലായിരിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു എങ്കിൽ പോലും അത് നിങ്ങൾക്ക് വളരെ വിഷമങ്ങൾ നൽകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം സന്തോഷകരമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സാഹചര്യമുണ്ടായി എന്ന് വരാം. ഈ സമയം പല വ്യക്തികളും നിങ്ങളെക്കുറിച്ച് തെറ്റായ അഭിപ്രായങ്ങൾ പറയുന്നു എങ്കിൽ പോലും അതിലൊരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങൾ, അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നുള്ളതാണ്. പ്രശംസ പോലുള്ള കാര്യങ്ങൾ സിദ്ധിക്കാവുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങൾ പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ അനുകൂലമാക്കാവുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചില വ്യക്തികളുമായി അത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും പലരെയും നിങ്ങൾ അനുകൂലിച്ച് സംസാരിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ നിങ്ങളുടെ പ്രവൃത്തികൾ, സംസാരം ശത്രുക്കളെ സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷമകരമായ സാഹചര്യങ്ങളെ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കും എന്നുള്ളതാണ്. ചില പ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശരിയായ പല തീരുമാനങ്ങളും ജീവിതത്തിൽ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂല സൂചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ സിദ്ധിക്കാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നല്ല കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം അപ്രതീക്ഷിതമായി കടന്നു വരികയും ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ട് എങ്കിലും പ്രകടിപ്പിക്കാത്ത സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ മാറ്റങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ്.
പല കാര്യങ്ങളിലും എതിർപ്പ് തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലെ ചില രീതികൾ, ചില പ്രവർത്തികൾ മാറ്റുവാൻ സമയമായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമാകാം. അത്തരം പ്രവർത്തികൾ മാറ്റി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ദേഷ്യം വരാം എങ്കിലും അത്തരം കാര്യങ്ങളിൽ ദേഷ്യം കുറച്ച് മുന്നോട്ട് പോകുന്നതാണ് ഈ സമയം ഉത്തമം എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ സ്വഭാവ പ്രകൃതം നിങ്ങൾക്ക്, അതായത് പെട്ടെന്ന് ദേഷ്യം പല സമയങ്ങളിലും കടന്നു വരുന്ന ഒരു സ്വഭാവ പ്രകൃതം നിങ്ങൾക്കുണ്ട്. അത് മാറ്റേണ്ട ഒരു സാഹചര്യമായിരിക്കുന്നു എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും ജീവിതത്തിൽ സത്യം എന്താണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും അനുകൂലാവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി തന്നെ ചില പ്രവൃത്തികളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകും എന്നതിനാൽ കൂടിയാണ് ഈ കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് പോലും. എന്നാൽ ഈ സമയം ശത്രുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകും എങ്കിലും അത് ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ വീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ദോഷഫലങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാനുള്ള ശക്തി, പിന്തുണ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമാകാവുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എതിർക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അഭിപ്രായം ഈ സമയം കൃത്യതയോടെ പരാമർശിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട്, സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് ചില നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ഇവരുമായി ബന്ധപ്പെട്ട് ചില അനുകൂല കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന എതിർപ്പുകൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ചില വ്യക്തികൾക്കുണ്ടായിരിക്കുന്ന എതിർപ്പുകൾ, അത് തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ജീവിതത്തിൽ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും വീക്ഷിക്കുവാനും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു വ്യക്തത കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ്. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങൂ.